നമ്മുടെ ഡ്രീംസിനേക്കാൾ ഒരിക്കലും വലുതല്ല നമ്മുടെ എക്സ്ക്യൂസസ്. വൺസ് വി ആർ ഇൻ ടു അവർ ഡ്രീംസ്, നമുക്ക് നമ്മുടെ ഡ്രീം, നമ്മുടെ സ്വപ്നം നേടിയെടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള എക്സ്ക്യൂസസിനും അവിടെ സ്ഥാനമില്ല. അതൊക്കെ നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ SSC-RRB യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ഈ പുതുവർഷത്തിൽ ഉറപ്പായിട്ടും ഒരുപാട് പേര് SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും അല്ലേ. അപ്പം അതിൽ മിക്കവാറും ലൈക്ക് പേർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും ഇംഗ്ലീഷ് അല്ലേ. അപ്പം നമുക്ക് ലൈക്ക് എങ്ങനെയാണ് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം SSC എക്സാമിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഭാഗവുമാണ്. സോ ഇതെങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം? ഓക്കെ, ഈ ഒരു ഭാഗം പഠിച്ചെടുക്കുന്നതിനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്താണ് ഫോർ ബിഗിനേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ ടുഡേ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഫോർ SSC English. Okay, so without any delay, let's start the session and I'm here, Shweta, along with you. So, ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട്, ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകളോട്, ആർ യു കൺഫ്യൂസ്ഡ്? എങ്ങനെയാണ് ഈ ഇംഗ്ലീഷിൻ്റെ ഭാഗം പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉള്ള ആളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ let's see what to do to remove this confusion. Okay, so see how to learn English, how to learn the basics of these topics related to English so that you can crack the SSC English section in flying colors എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എങ്ങനെയാണ് ഇംഗ്ലീഷിനെ സമീപിക്കേണ്ടത് so that we can score well in this like subject or in this section. Okay, so let's see നമ്മളിവിടെ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഇംഗ്ലീഷിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ സെക്ഷൻ. വൺസ് വി കെയിം ടു നോ ദാറ്റ് how to approach and how to crack these type of questions from English. Okay, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് അതിൽ ഏതൊക്കെയാണ് വരുന്നത്, നമ്മൾ ഏതൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് സോ ദാറ്റ് വിൽ ബി ഏബിൾ ടു സ്കോർ വെൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇംഗ്ലീഷ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോ മോർ എ പ്രോബ്ലം. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമേ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഹിയർ ഈസ് എ ഡീറ്റെയിൽഡ് സ്ട്രാറ്റജി ഫോർ യു ടു ഫോളോ ടു ഏസ് ലൈക്ക് ഇൻ ദ ജേർണി ഓഫ് SSC English. ഓക്കെ, അപ്പോൾ SSC ഇംഗ്ലീഷിൻ്റെ ഈ ഒരു ജേർണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ നല്ലൊരു സ്ട്രാറ്റജി പറയുന്നുണ്ട്. സോ ഇഫ് യു ഫോളോ ദിസ്, ഐ എം ഷുവർ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ ദിസ് സെക്ഷൻ. ഓക്കെ, സോ let's see what are the important factors we need to do first so that we shall start the preparation for SSC English. Okay, അപ്പോൾ SSC English section പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. സോ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ്, ഓക്കെ, ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ്, ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. ഓക്കെ, സിലബസ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാലോ, SSC എക്സാമിനേഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് MTS വരുന്നുണ്ട്, ലൈക്ക് വൈസ് CHSL, CGL, ഇങ്ങനെ ലിസ്റ്റ് നീണ്ടു പോവുകയാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏത് എക്സാം ആയിക്കോട്ടെ, ഓക്കെ, SSCയുടെ ഏത് എക്സാം ആയിക്കോട്ടെ, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. ഒരു എക്സാമിന് ഒരു സിലബസ് എന്തായാലും SSC തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഒരു എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ അതർ വൺ. ഓക്കെ, അപ്പം സിലബസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ ടേക്ക് ഔട്ട് ദ സിലബസ് ആൻഡ് ലൈക്ക് റീഡ് ഇറ്റ്. ഓക്കെ, എന്നിട്ട് മനസ്സിലാക്കുക അതിൽ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത്, അതിൽ ലൈക്ക് എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഈ സിലബസ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിലബസ് ഫസ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്.
ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ബേസിക്സ് ഫ്രം ദ ബെസ്റ്റ് സബ്ജക്ട് റിലേറ്റഡ് ബുക്സ്. ഓക്കെ. അപ്പം പിന്നെ നമുക്ക് അറിയേണ്ടത് ഈ തന്നിരിക്കുന്ന സിലബസ് പ്രകാരം നൽകിയിരിക്കുന്ന ടോപ്പിക്സ്, ഓക്കെ, ആ ഓരോ ടോപ്പിക്സിൻ്റെയും ബേസിക്സ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി ചെയ്യേണ്ട കാര്യം. ഓക്കെ. ബിക്കോസ് ബേസിക്സ് മാറ്റേഴ്സ്. ഓക്കെ. നമ്മളൊരു കാര്യത്തിൻ്റെ ലൈക്ക് കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുന്നു, ഒരു ടോപ്പിക് എടുക്കുന്നു, അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്ന ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് ലൈക്ക് ബേസിക്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ വി വോണ്ട് ബി ഏബിൾ ടു ഗോ ഫർദർ. ഓക്കെ. അപ്പം ബേസിക്സ്, ലെറ്റ് ഇറ്റ് ബി ഗ്രാമർ ഓർ പാർട്സ് ഓഫ് സ്പീച്ച് ഓർ ഏതൊരു ടോപ്പിക് ആയിക്കോട്ടെ, അതിൻ്റെ ബേസിക്സ് ആദ്യം പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ബേസിക്സ് പഠിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഏതാനും റൂൾസ് അത് റിലേറ്റഡ് ആയിട്ടുണ്ടാവും. ലെറ്റ് ഇറ്റ് ബി നൗൺസ്. ഇപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൗൺസോ പ്രൊനൗൺസോ അല്ലെങ്കിൽ ലൈക്ക് വേർബ്സോ, ഓക്കെ, ആഡ്വേർബ്സോ ആഡ്ജക്റ്റീവ്സോ ഏതോ ആയിക്കോട്ടെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ആദ്യം ബേസിക്സ് പഠിക്കുക. ബേസിക്സ് എന്ന് പറയുമ്പോൾ എന്താ? ആഡ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ ആഡ്വേർബ് എന്താണ്, അതിൻ്റെ യൂസേജ് എന്താണ്, എവിടെയാണ് നമ്മളത് യൂസ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിനുശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടാവും, അത് പഠിക്കുക. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങളിത് എവിടെ നിന്ന് പഠിക്കും? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒത്തൻറ്റിക് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് വേണം നമ്മളിത് പഠിച്ചെടുക്കാനായിട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമുക്ക് സിലബസ് അറിയാം, അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ടോപ്പിക്സിൻ്റെ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ? വി നീഡ് ടു ഡു ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളത് കളക്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് വി ആർ ലിവിങ് ഇൻ എ ലൈക്ക് വേൾഡ് ഓഫ് ഇൻഫർമേഷൻ പൂൾ, അല്ലേ? അപ്പോൾ നമുക്ക് ചുറ്റും ഇൻഫർമേഷൻ ഫ്ലഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? കൃത്യമായിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള സോഴ്സസ് കണ്ടെത്തുക. അതിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇയേഴ്സ് പേപ്പേഴ്സ്, ഓക്കെ, ലൈക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ടോ നമ്മളത് പ്രിൻ്റ് എടുക്കുവാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി വായിക്കാനായിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ. അപ്പം ആ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുക. ഓക്കെ. ആ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ലൈക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നതെന്നൊക്കെ. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് എ മസ്റ്റ് ദാറ്റ് ബേസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് റൂൾസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പടി ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡു മോക്ക് ടെസ്റ്റ്. ഓക്കെ. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി നീഡ് ടു ഡു ദ മോക്ക് ടെസ്റ്റ് ടു. പിന്നെന്താ നമ്മൾ ചെയ്യണ്ടേ? പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്, അല്ലേ? പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്, അല്ലേ? അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ. സോ ദാറ്റ് ഈസ് ഓൾസോ എ കീ ടു സക്സസ്. ആൻഡ് ഓൾസോ പേഷ്യൻസ് ആൻഡ് പെർസീവിയറൻസ് മാറ്റേഴ്സ്. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ലൈക്ക് നമ്മൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു, ഒരു 10 ദിവസം പഠിച്ചു, അതിനുശേഷം നമ്മൾ നിർത്തുവാണ്, മതിയായി എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് വോണ്ട് ഡു. ഓക്കെ. അപ്പോൾ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം. ഓക്കെ. സോ പേഷ്യൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്ക് ക്ഷമ വേണം, പെർസീവിയറൻസ് വേണം. അത് നേടിയെടുക്കാനായിട്ട് നമുക്കൊരു ലൈഫ് ലോങ് ഒരു ലോങ് ജേർണി ആവശ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കാനായിട്ട് തയ്യാറാവണം. ഓക്കെ. സോ പേഷ്യൻസ് ആൻഡ് പെർസീവിയറൻസ് മാറ്റേഴ്സ്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു SSC ഇംഗ്ലീഷ് സെക്ഷൻ പഠിക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടവ. ഓക്കെ. അപ്പം ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും ചിലപ്പം ലൈക്ക് ക്ലിക്ക് ആവുക. പക്ഷേ ഇത് മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ കാര്യങ്ങൾ ജനറൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു നല്ല റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇൻ കേസ് ഓഫ് SSC ഇംഗ്ലീഷ്. ഓക്കെ. ഇനി നമുക്ക് ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ ഡീറ്റെയിൽസ്. ഓക്കെ. അപ്പോൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പോകാം. നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഓരോ സെക്ഷൻസ്, ഞാൻ പറഞ്ഞ ഓരോ പോയിന്റ്സും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് തിങ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് ദ സിലബസ്. ഓക്കെ. അപ്പോൾ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലൈക്ക് കടമ്പ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇപ്പോൾ SSC ഇംഗ്ലീഷിന് നല്ല സ്കോർ വാങ്ങിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്.
എന്തിനാണ് നമ്മൾ സിലബസ് മനസ്സിലാക്കുന്നത്? സി വിൽ ഗെറ്റ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് എക്സാമിനേഷൻ പാറ്റേൺ. ഓക്കെ, അപ്പം എങ്ങനെയുള്ള എക്സാമിനേഷൻ പാറ്റേൺ ആണ് നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് സിലബസ് മനസ്സിലാക്കുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ലൈക്ക് വൈസ് വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. Okay, likewise helps to plan and formulate a customized timetable. അപ്പം നമുക്ക് സിലബസ് നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ട്, എത്ര അവേഴ്സ് നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഓരോ ടോപ്പിക്സിനായിട്ട്. ഓക്കെ, ഏതാണ് നമ്മുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്ര സമയം ചിലവഴിക്കണം, ഇതൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സിലബസ് സഹായിക്കും. ഓക്കെ, ലൈക്ക് വൈസ് ഇറ്റ് ഹെൽപ്സ് അസ് ടു ബൂസ്റ്റ് കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സിലബസിന് സാധിക്കും. കാരണം എന്താ, സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ, എത്രമാത്രം നമുക്ക് അറിയാം അല്ലേ, എത്രമാത്രം ഇനി പുതിയതായിട്ട് പഠിക്കാനുണ്ട് എന്നുള്ളത് നോക്കി മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ഉറപ്പായിട്ടും വർദ്ധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈക്ക് സിലബസ് മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, now let's see the next point, and that is choose authentic sources. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, സിലബസ് നോക്കി അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി. നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ത് മെറ്റീരിയൽ ആണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ പഠിക്കാനായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ചൂസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും വി നീഡ് ടു ചൂസ് ഒത്തൻറ്റിക് സോഴ്സസ് ഫോർ ദാറ്റ്. വി നീഡ് ടു ഡിപ്പെൻഡ് ഒത്തൻറ്റിക് സോഴ്സസ്. ഒത്തൻറ്റിക് സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് റിലൈ ചെയ്യാനായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, എറർ ഫ്രീ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സസിനെയാണ് ഒത്തൻറ്റിക് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പം നമ്മളിപ്പം ഒരു എക്സാം എഴുതാനായിട്ട് പോവുകയാണ്. അപ്പം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള നിരവധി ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. പെയ്ഡ് യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ടാവും, അതുപോലെ ഫ്രീ യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ടാവും. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ പൂളാണ് കേട്ടോ. നമുക്ക് ലൈക്ക് ആവശ്യത്തിനുള്ള ലൈക്ക് എത്രമാത്രം ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ടോ അത് മുഴുവൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈക്ക് പെയ്ഡ് യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ടാവും, ഫ്രീ യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ടാവും. അതല്ലാതെ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെ, ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ എൻട്രി പോലെയുള്ള ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ലൈക്ക്വൈസ് ഇതല്ലാതെ ഓഫ്ലൈൻ സെഷൻസ് അല്ലെ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ കോച്ചിങ് സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അതുപോലെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. സബ്ജക്ട് സ്പെസിഫിക് ഓർഗനൈസ്ഡ് PDF നമുക്കുണ്ടാവും അല്ലേ, അതായത് ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള PDFs, അത് പെയ്ഡും ഉണ്ട് അല്ലെങ്കിൽ ഫ്രീയും ഉണ്ട്. ഓക്കെ, അവൈലബിൾ ആയിരിക്കും. നെറ്റിലെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ദ തിങ് ഇസ് എവറിത്തിങ് ഈസ് ദെയർ ഇൻ ഫ്രണ്ട് ഓഫ് us. ഓക്കെ, അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാണ് വേണ്ടുള്ളൂ. അപ്പോൾ ആ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം, ഒത്തൻറ്റിക് ആയിട്ടുള്ള സോഴ്സസ് നിന്ന് വേണം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനിയോ നമുക്ക് ഏതൊക്കെയാണ് SSC ഇംഗ്ലീഷിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് that we can depend upon എന്നുള്ളതാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ ലൈക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഓരോരുത്തർക്കും ഓരോ ചോയ്സസ് ആയിരിക്കും. ചില ക്ലാസ്സസ് ചിലരുടെ ഫേവറേറ്റ് ആയിരിക്കും, മറ്റു ചിലർക്ക് വേറെ യൂട്യൂബ് ക്ലാസ്സസ് ആയിരിക്കും ചിലപ്പം ഫേവറേറ്റ് ആയിട്ടുണ്ടാവുക. ഒരാൾക്ക് ഒരു ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഫീസിബിൾ എങ്കിൽ മറ്റുള്ളവർക്ക് ചിലപ്പം ഫ്രീ ക്ലാസ്സസ് ആയിരിക്കും ആക്സസിബിൾ ആയിട്ടുണ്ടാവുക, അതായിരിക്കും അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക. അപ്പം ഇറ്റ് ഡിപ്പെൻസ്. പക്ഷെ ബുക്സിൻ്റെ കേസിൽ അങ്ങനെയല്ല. നമുക്ക് ഏതാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബുക്സിൻ്റെ സജഷൻസ് നമുക്ക് തരാനായിട്ട് ഇവിടെ സാധിക്കും. സോ അതാണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. 4 ഇമ്പോർട്ടൻറ്റ് ബുക്സ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യുവർ SSC ഇംഗ്ലീഷ് പ്രിപ്പറേഷൻ. ഓക്കെ, സോ ആദ്യത്തേത് പ്ലിൻ ടു പാരമൗണ്ട് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഓക്കെ, ഫ്രം പ്ലിൻ ടു പാരമൗണ്ട്. അത് നീതു സിംഗ് എന്ന് പറയുന്ന ഒരു റൈറ്ററുടെ ബുക്കാണ്. ഇറ്റ് ഈസ് എ വെരി ഗുഡ് ബുക്ക്. ഓക്കെ, ലൈക്ക് വൈസ് ബ്ലാക്ക് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി ബൈ നിഖിൽ ഗുപ്ത. ഈ ബ്ലാക്ക് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലൈക്ക് ഏകദേശം പ്രീവിയസ് ഇയർ വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കമ്പൈലേഷൻ ആണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എ റിയലി ഗുഡ് ബുക്ക്. ഇഫ് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്, ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, അപ്പോൾ നല്ല ബുക്കാണ് ബ്ലാക്ക് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി. ലൈക്ക് വൈസ് ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ്, നമ്മളെല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന SP ബാക്ഷി എന്ന് പറയുന്ന റൈറ്ററുടെ ഒരു ബുക്കുണ്ട്. ലൈക്ക് വൈസ് വേർഡ്
Power Made Easy ബൈ നോർമൻ ലൂയിസ്. നോർമൻ ലൂയിസിന്റെ വേർഡ് പവർ മെയ്ഡ് ഈസി. ഈ ഒരു ബുക്ക് ലൈക്ക് വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ലൈക്ക് നമ്മുടെ പ്രിപ്പറേഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബുക്കാണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ബുക്സ് ഫോർ SSC ഇംഗ്ലീഷ് ബേസിക്സ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ബേസിക്സ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്ന 4 ബുക്സ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഇത് മാത്രമേ നല്ല ബുക്സ് ഉള്ളൂ എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്താം, എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്കുള്ള ബുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇതല്ലാതെ ഒരുപാട് ഗൈഡ്സ് ഒക്കെയും അവൈലബിൾ ആണ്. സോ ദ തിങ് ഇസ് ഹൗ വി യൂട്ടിലൈസ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള യൂസേജ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ഹെൽപ്ഫുൾ ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ഇംഗ്ലീഷ് നമ്മുടെ SSC ഇംഗ്ലീഷ് പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യാവുന്ന മറ്റ് 2 ബുക്സ്, നമുക്ക് ഈ 2 ബുക്സും ലൈക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവ 2ഉം കിട്ടും. ഓക്കെ, സോഫ്റ്റ് കോപ്പി കിട്ടും, ഈ ബുക്കായിട്ട് കിട്ടും. ഓക്കെ, ഏതൊക്കെയാണത്? യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ YCT യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ SSC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. ഓക്കെ, ചാപ്റ്റർ വൈസ് സോൾവ് പേപ്പേഴ്സ് ആണ് അതിലുള്ളത്. അപ്പം ഈ SSC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാമിനേഷൻസിൻ്റെയും ചാപ്റ്റർ വൈസ് ടോപ്പിക് വൈസ് അവർ ലൈക്ക് കമ്പൈലേഷൻ നടത്തിയിട്ടുണ്ട്. ലൈക്ക് ഒരു പെർട്ടിക്കുലർ, അപ്പം പാരജമ്പിൾസിൻ്റെ ആണെങ്കിൽ പാരജമ്പിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഓക്കെ ഇയർ വൈസ് അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സും വിത്ത് എക്സ്പ്ലനേഷൻ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് വൈസ് SSC ഇംഗ്ലീഷ് പിനാക്കിൾ അതും വളരെ നല്ല ഒരു കമ്പൈലേഷൻ ആണ്. അതിലും ഈ പറയുന്ന ചാപ്റ്റർ വൈസ് സോൾവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണുള്ളത്, സോൾവ് പേപ്പേഴ്സ് ആണ്. ഇറ്റ് ഈസ് റിയലി ഗുഡ് വൺ ഫോർ യു ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ SSC ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഈ 2 ലൈക്ക് ബുക്സും ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് ആണ്. ഗോ ഫോർ ഇറ്റ് ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ SSC ഇംഗ്ലീഷ്. ഓക്കെ, നൗ ഇനി ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെൻ ഇറ്റ് കംസ് ടു SSC ഇംഗ്ലീഷ് പ്രിപ്പറേഷൻ എന്ന്. വൈ ഈസ് ഇറ്റ് സോ? എന്തിനാണ് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ലൈക്ക് സോൾവ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്നതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ടു ഫെമിലറൈസ് ദ എക്സാം പാറ്റേൺ. ഓക്കെ, എക്സാം പാറ്റേൺ എങ്ങനെയാണുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഫെമിലറൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് സാധിക്കും. നമുക്കൊരു പരിചയം കിട്ടും, ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ളത് വരും, ഓക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് അത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് വി ആർ ലൈക്ക് ഗെയിനിങ് മോർ കോൺഫിഡൻസ് to solve such questions. Okay, അതുപോലെ we'll be able to frame a specific framework for practice. Okay, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? അപ്പം ഒരു ദിവസം നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ഏതൊക്കെ സെക്ഷൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഏതൊക്കെ ഡിഫിക്കൽട്ടി വരുന്നുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ ദാറ്റ് വി ക്യാൻ ഫ്രെയിം എ സ്പെസിഫിക് ഫ്രെയിംവർക്ക്. നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് പ്രാക്ടീസിൻ്റെ കേസിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ലൈക്ക് വൈസ് വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ദാറ്റ് നീഡ് ഫോക്കസ്. ഓക്കെ, അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, നമുക്ക് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്ന, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് സാധിക്കും. ലൈക്ക് വൈസ് വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫിക്കൽട്ടി ലെവൽ. ആസ് ഐ ടോൾഡ് യു, ഓരോ എക്സാമിനേഷൻസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈക്ക് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഡിഫിക്കൽട്ടി ലെവൽ എത്രമാത്രം വരുന്നുണ്ട് ഓരോ എക്സാമിനേഷനും. ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിന് ഏത് തരത്തിലുള്ള ലൈക്ക് ക്വസ്റ്റ്യൻസ്, ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്കിവിടെ സാധിക്കും. ഓക്കെ, ലൈക്ക് വൈസ് വിൽ ഗെറ്റ് എൻ ഐഡിയ ഓഫ് റിപ്പീറ്റഡ് ആൻഡ് സിമിലർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം SSC പല സമയത്തും ലൈക്ക് ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, അല്ലെങ്കിൽ സിമിലർ ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നതിനായിട്ട് നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് വഴി സാധിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു to solve previous year questions. See, vocabulary കേസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് vocabulary റിലേറ്റഡ് ആയിട്ട് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഓക്കെ സോൾവ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ കൂടി വിൽ ബി ഏബിൾ ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ ദിസ് ലൈക്ക് vocabulary സെക്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ചോദിച്ചിരുന്ന നത്തിങ് ന്യൂ, ഓക്കെ ഇതുവരെ ചോദിച്ചിരുന്ന vocabulary റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ കമ്പൈലേഷൻ എടുത്ത് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് ആ ഒരു ഭാഗത്ത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. So previous year questions are really important. Okay, now see
ഇനി നമ്മൾ പറഞ്ഞു മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് പോലെ തന്നെ അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ലെറ്റ്സ് സീ വൈ ഇസ് ഇറ്റ് സോ. ബിക്കോസ് മോക്ക് ടെസ്റ്റ് creates the ambience of the real examination. ഒരു ലൈക്ക് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, റിയൽ ആയിട്ട് നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഒരു ആംബിയൻസ് ഉണ്ടാവുക അല്ലെ? നമുക്ക് ലൈക്ക് വി ഫീൽ നെർവസ്നെസ് അല്ലെ, നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് അറിയില്ല, എങ്ങനെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫെമിലറൈസ് ചെയ്യുന്നതിനായിട്ട് ആക്ച്വൽ എക്സാമിനേഷന് മുന്നേ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ വഴി സാധിക്കും. ഓക്കെ, സോ ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ്സ് an ambience of the real examination. Okay, likewise we'll be able to keep track of our progress. Okay, see നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് പ്രിപ്പറേഷനിൽ, ഇനി എത്രമാത്രം ലാഗ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഭാഗത്താണ് ലാഗ് ചെയ്യുന്നത്, എത്രമാത്രം നന്നായിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി സാധിക്കും. ഓക്കെ, ലൈക്ക്വൈസ് ഇറ്റ് ഹെൽപ്സ് ടു മാനേജ് ടൈം ഇഫക്റ്റീവ്ലി. സി ഏതൊരു എക്സാമിനേഷൻ ആയിക്കോട്ടെ, എല്ലാം ഇപ്പം ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ? സോ അതുകൊണ്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കൃത്യമായിട്ടുള്ള സമയത്ത് നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം, ലൈക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം അല്ലേ? അപ്പോൾ ഈ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ പോലെയുള്ള, അതായത് റീഡിംഗ് കോംപ്രഹെൻഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്കതിൽ ഒരുപാട് സമയം പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട് പലർക്കും. ഓക്കെ, അപ്പോൾ റീഡിംഗ് കോംപ്രഹെൻഷനിൽ ചിലർ ക്വസ്റ്റ്യൻ തന്നെ സ്കിപ്പ് ചെയ്യാറുണ്ട്, ചിലർക്ക് അത് വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓക്കെ, ലൈക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ഫാക്ടറായിട്ട് മാറും എക്സാം ടൈമിൽ. സോ ഇങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി വിൽ ബി ഏബിൾ ടു മാനേജ് ദ ടൈം ഇഫക്റ്റീവ്ലി. നന്നായിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി സാധിക്കും. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് us to boost our confidence. അങ്ങനെ നമ്മളിങ്ങനെ കൃത്യമായിട്ട് ടൈം ലൈക്ക് മാനേജ് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ പ്രോഗ്രസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നു, നമുക്ക് നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഗിവ്സ് ആൻ ഐഡിയ ഓഫ് യുവർ വീക്ക് ഏരിയാസ്. ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏത് ടോപ്പിക്കിലാണ് നമ്മൾ കുറച്ച് ലാഗിങ് ആയി നിൽക്കുന്നത്, ഓക്കെ, ഏതാണ് നമ്മുടെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ലൈക്ക് അറ്റൻഡ് ഓക്കെ മോക്ക് ടെസ്റ്റ്. ഓക്കെ, മോക്ക് ടെസ്റ്റുകളൊക്കെ ലൈക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. ഫ്രീ മോക്ക് ടെസ്റ്റുകളുണ്ട്, പെയ്ഡ് മോക്ക് ടെസ്റ്റുകളുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് ചൂസ് ചെയ്യുക, അതിനനുസരിച്ച് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ചിലർക്ക് ലൈക്ക് പെയ്ഡ് മോക്ക് ടെസ്റ്റുകളൊന്നും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഉറപ്പായിട്ടും ഫ്രീ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഏതൊരു പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും ഫ്രീ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, അത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അതും നല്ലൊരു ലൈക്ക് കാര്യമാണ് when it comes to the preparation of SSC English. ഓക്കെ, സോ അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലേ, സിലബസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏതാനും ഇമ്പോർട്ടൻറ്റ് പ്രിപ്പറേഷൻ ടിപ്സ് ആണ്. ഓക്കെ, അപ്പോൾ SSC ഇംഗ്ലീഷിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഓക്കെ, 10 ഇമ്പോർട്ടൻറ്റ് മാജിക്കൽ ടിപ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആർ യു റെഡി? സോ ദ ഫസ്റ്റ് ടിപ്പ് ഈസ് സ്റ്റാർട്ട് ലേണിംഗ് ഫ്രം ദ ബേസിക്സ്. ഓക്കെ, അതിലൊരു കോംപ്രമൈസും ഇല്ല, ബേസിക്സ് തൊട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, ബേസിക്സ് ഇസ് റിയലി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബേസിക്സ് അറിയാതെ, ഓക്കെ, നമ്മളിപ്പം അറിയാലോ ഒരു ബിൽഡിങ് കെട്ടുന്ന സമയത്ത് ഫൗണ്ടേഷൻ ഇല്ലാതെ നമ്മൾ മുകളിൽ കെട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിലനിൽക്കില്ല അല്ലേ? അപ്പം ബി തറോ വിത്ത് ദ ബേസിക്സ്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ ലെറ്റ് ഇറ്റ് ബി ഗ്രാമർ ഓർ എനി ടോപ്പിക്, ഏത് ടോപ്പിക് ആയിക്കോട്ടെ, അതിൻ്റെ ബേസിക്സിൽ നിന്ന് പഠിച്ചു പോവുക. ഓക്കെ, ദാറ്റ് is very very important. So tip 1 is start learning from the basics, and I underline the word basics. Okay, basics na padichu povuga. And the second tip is know your weak areas and focus on them. It is also very important. Okay, see നമുക്ക് ചില ഭാഗങ്ങൾ വളരെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതിനധികം സമയം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റ് ചില സെക്ഷൻസ്, ഫോർ എക്സാമ്പിൾ ക്ലോസ് ടെസ്റ്റ് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷനാണ്. അതുപോലെ തന്നെ
പാരജമ്പിൾസ് അതും ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷനാണ്. ലൈക്ക് വൈസ് RC റീഡിംഗ് കോംപ്രഹെൻഷൻ പറയുകയേ വേണ്ട. ഇപ്പം നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ച് ലൈക്ക് ബുദ്ധിമുട്ടുള്ള ആളാണ്, ഓക്കെ, ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ റീഡിംഗ് കോംപ്രഹെൻഷൻ പോലെയുള്ള ടോപ്പിക്ക് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് വി നീഡ് ടു നോ ആർ വീക്ക് ഏരിയാസ്, ഏത് ഏരിയാസിലാണ് നമ്മൾ വീക്ക് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും. അതിന് ലൈക്ക് ഇംപ്രൂവൈസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നോക്കുകയും വേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, സോ നോ യുവർ വീക്ക് ഏരിയാസ് ആൻഡ് focus on them. That is also very important, and that is tip 2. Okay, and what about tip 3? See, enhance reading skills. Start to read on a daily basis. This is very important. Okay, see, വായന എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So it is important that you need to read on a daily basis. Daily basis la ningal vaayikkuka. Let it be a magazine or a newspaper or even a blog post. Okay, whatever it is, you need to read it. അങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് പുതിയ വാക്കുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ ആ വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് റെഫർ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഡിക്ഷണറി യൂസ് ചെയ്യും. ഓക്കെ, സോ ആ കിട്ടിയ വാക്കുകൾ നമ്മൾ വീണ്ടും നമ്മുടെ ഡെയിലി കൺവെർസേഷൻസിൽ പ്രയോഗിക്കാം. അപ്പോൾ നമുക്കത് മനസ്സിൽ നിൽക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫണി ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫണി ആയിട്ടുള്ള സ്റ്റോറിയോ സോങ്ങോ ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള പല സ്ട്രാറ്റജീസും നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും, ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ റീറ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇങ്ങനെ റീറ്റെയിൻ ചെയ്ത വാക്കുകൾ നമ്മൾ ഒരിക്കലും മറന്നു പോവില്ല. ഓക്കെ, അതുപോലെ റീഡിംഗ് കോംപ്രഹെൻഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്കിമ്മിങ്ങും സ്കാനിങ്ങും രണ്ട് തരത്തിലുള്ള ലൈക്ക് റീഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഓക്കെ, അതായത് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കലും അതുപോലെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഓടിച്ച് വായിച്ചു നോക്കുന്നത്. ഓക്കെ, അതുപോലെ ലൈക്ക് ഇൻഡെപ്ത് റീഡിംഗ് വേണ്ട സാഹചര്യങ്ങളും ഉണ്ടാവും. അപ്പം അതിൽ നമുക്ക് ഈ സ്കിമ്മിങ് സ്കാനിങ് പോലെയുള്ള ലൈക്ക് റീഡിംഗ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അതായത് ചില സാഹചര്യങ്ങളിൽ നമുക്കൊന്ന് ഓടിച്ച് വായിച്ച് നോക്കിയാൽ മതി. പക്ഷേ റീഡിംഗ് കോംപ്രഹെൻഷനിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് അത് മതി. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം നമുക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വായന അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഈ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഒക്കെ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, സോ വി നീഡ് ടു എൻഹാൻസ് റീഡിംഗ് സ്കിൽസ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. റീഡിംഗ് സ്കിൽസ് വളരെ വളരെ അത്യാവശ്യമാണ്. അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നിരിക്കുന്ന മാറ്റർ വായിച്ച് നോക്കി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ചാലഞ്ച്. ഓക്കെ, ഫോർ ദാറ്റ് റീഡിംഗ് സ്ട്രാറ്റജീസ് ഹെൽപ്പ്. ഓക്കെ, അപ്പം റെഗുലർ ആയിട്ട് വായിക്കുക എന്നുള്ളത് അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ടിപ്പ് നമ്പർ 4, and that is enhance your vocabulary database. Okay, it is important that you need to enhance your like vocabulary database. Okay, vocabulary database എന്ന് പറയുന്നത് എത്രമാത്രം അല്ലെങ്കിൽ എത്ര വേർഡ്സ് നിങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ vocabulary എന്ന് പറയുന്നത് ഒരു കടലാണ്. ഓക്കെ, ഒരുപാട് വാക്കുകൾ ഒരുപാട് വാക്കുകൾ നമുക്ക് പഠിക്കാനായിട്ട് വരും when it comes to vocabulary. അതുമാത്രമല്ല, നമ്മളിപ്പം ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും കാലം പഠിക്കാത്തൊരു വേർഡായിരിക്കും ചിലപ്പം ചോദിക്കുന്നുണ്ടാവുക. ദ തിങ് ഈസ്, നമ്മൾ ഇത്രയും ഒരുപാട് വാക്കുകൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കത് ആ സമയത്ത് ഓർമ്മ വരില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്നിരിക്കുന്ന ഒരു വേർഡ്, നമ്മളിപ്പം ഒരു പുതിയ വേർഡ് പഠിക്കുന്നു, ആ വേർഡിൻ്റെ ലൈക്ക് ഓപ്പോസിറ്റും അതുപോലെ തന്നെ ആ വേർഡിൻ്റെ മീനിങ്ങും നമുക്ക് ലൈക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു ആളുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫണി സ്റ്റോറിയുമായിട്ട് ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് ഈ കണക്ഷൻ ഇസ് ലിങ്കിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ വെക്കാബുലറി ലൈക്ക് അതിൻ്റെ ഡേറ്റാബേസ് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഒരുപാട് സ്ട്രാറ്റജീസ് അവൈലബിൾ ആണ് ഈ വെക്കാബുലറി എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളത് ഫോളോ ചെയ്യുക, നമ്മുടെ വെക്കാബുലറി ഡേറ്റാബേസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ടിപ്പ് നമ്പർ 4. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ടിപ്പ് നമ്പർ 5? attempt PYQs and mock tests. ഇവിടെ PYQs എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ലൈക്ക് ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. ഓക്കെ, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതിനനുസരിച്ച് നമുക്ക് നന്നായിട്ട് ലൈക്ക് ഈ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ടും നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും ചെയ്തു നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Okay, what about the next one?
മേക്ക് എ ടൈം ടേബിൾ ആൻഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് ഇറ്റ്. ഓക്കെ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നു, എവിടെയും എത്താതെ പോകുന്നൊരവസ്ഥ നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ദിവസം ഇപ്പം സ്റ്റാർട്ടിംഗ് ഡേ നമ്മൾ എന്ത് പഠിക്കുന്നു, അതിൻ്റെ റിവിഷൻ എങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ മോക്ക് ടെസ്റ്റ് അവസാനം ചെയ്യുന്നുണ്ടോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡേറ്റ നമ്മൾ എത്രമാത്രം പഠിച്ചു എന്നുള്ളത്, നമ്മുടെ പ്രോഗ്രസ് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതെല്ലാം ലൈക്ക് സ്യൂട്ട് ചെയ്ത് പോകുന്ന രീതിക്ക് നമ്മളൊരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവരിക എന്നുള്ളതും അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇപ്പം എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കില്ല നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സോ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന, നമുക്ക് ലൈക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഉള്ള സമയം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവരിക എന്നുള്ളതും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, അതിനനുസരിച്ച് കൃത്യമായി അത് ഫോളോ ചെയ്യുക ടിൽ എക്സാമിനേഷൻ എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്ന ആറാമത്തെ ടിപ്പ്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇഫക്റ്റീവ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? യൂസ് ദ മെത്തേഡ് ഓഫ് എലിമിനേഷൻ ഫോർ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ്. എക്സാം ടൈമിൽ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആൻസർ നോക്കുന്നതിന് മുന്നേ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. എലിമിനേഷൻ പോസിബിൾ ആണോ എന്നുള്ളത് നോക്കുക. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക, നമുക്ക് അതിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് അതിലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വേണം നമ്മൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, നെവർ എവർ ഗെസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എലിമിനേഷൻ. ഓക്കെ, 4 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗസ് വർക്കിന് പോവാതിരിക്കുക, ബെറ്റർ സ്കിപ്പ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ടിപ്പ് നമ്പർ 8? അവോയ്ഡ് മൾട്ടി ടാസ്കിങ് വൈൽ സ്റ്റഡിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് വി ആർ ഹാവിങ് മൊബൈൽ ഫോൺസ് വിത്ത് അസ് അല്ലേ, ലാബ്സ് വിത്ത് അസ്. അപ്പം ഇങ്ങനെ മൊബൈൽ ഫോൺസ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാൻ, ആസ് ഐ ടോൾഡ് യു, പലരും ലൈക്ക് മൊബൈലിനെ ആശ്രയിച്ച് അല്ലെ, ഇന്റർനെറ്റിനെ ആശ്രയിച്ച് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പം പഠിക്കുന്ന സമയത്ത് ഒരു വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മുടെ ശ്രദ്ധ അല്ലെ മാറിപ്പോവും. അപ്പം അങ്ങനെയുള്ള ഒരു അവസരം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ ശ്രദ്ധ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കാൻ, ഇൻ ലേണിംഗ് ഫോക്കസ്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. മൾട്ടി ടാസ്കിങ്, പഠിക്കുന്ന സമയത്ത് മൾട്ടി ടാസ്കിങ്, ഒരേ സമയം പല കാര്യം ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കുക. ഓക്കെ, സോ നോ മൾട്ടി ടാസ്കിങ് വൈൽ ലേണിംഗ് എന്നുള്ളത് ഒരു സ്ലോഗനായി തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്പ്. നൗ കംസ് ടിപ്പ് നമ്പർ 9 ആൻഡ് ദാറ്റ് ഈസ് ടേക്ക് ബ്രേക്സ് ടു റിഫ്രഷ് യുവർ മൈൻഡ് വൈൽ ലേണിംഗ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ അല്ലെ മേക്സ് ജാക്ക് എ ഡൾ ബോയ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടേയിരുന്നാലും നമുക്ക് എന്ത് സംഭവിക്കും? ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ മടുത്തു പോകും അല്ലേ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടേ? ഇടയ്ക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് റിഫ്രഷ് ചെയ്യണം അല്ലേ. ചിലപ്പം ചിലർക്ക് മ്യൂസിക് കേൾക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകുന്നതായിരിക്കും അവരുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കുക. സോ നമ്മുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അത് ഒരു പെർട്ടിക്കുലർ ടൈം, ഓക്കെ, സ്റ്റഡി ടൈം അലോട്ട് ചെയ്തതിന് ശേഷം റെഗുലർ ആയിട്ടുള്ള ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ബ്രേക്കും ഈ സ്റ്റഡി ബ്രേക്കും സ്റ്റഡി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ സ്റ്റഡി ടൈമിൽ അതിനിടയിൽ ആ അലോട്ട് ചെയ്ത സമയം, പഠിക്കാനായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത സമയം പഠിക്കാനായി മാത്രം യൂട്ടിലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കി എക്സ്ട്രാ ടൈം നിങ്ങൾക്കുള്ള ലൈക്ക് ബ്രേക്കായിട്ട് ലൈക്ക് സ്റ്റഡി ബ്രേക്കായിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സമയം വേണം അല്ലേ. അപ്പം അത് ആഫ്റ്റർ സ്റ്റഡീസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഹിയർ കംസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ദാറ്റ് ഈസ് ബി അവെയർ ഓഫ് ദ കോമ്പറ്റീഷൻ ആൻഡ് ബി സീരിയസ് അബൌട്ട് ദ എക്സാം. ഒരുപാട് പേര് നിങ്ങളെ പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ SSC നേടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ കാലങ്ങളായിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്, മാസങ്ങളായിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്, വളരെ സീരിയസ് ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് ചുറ്റും ലൈക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് ഉള്ളത്. വി ആർ ലിവിങ് ഇൻ എ ലൈക്ക് ഹൈലി കോമ്പറ്റേറ്റീവ് വേൾഡ് എന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം. ഓക്കെ, അപ്പം നമ്മൾ ഒട്ടും പുറകിലായി പോരുത്. നമ്മൾ നന്നായി പഠിച്ച് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ പേര് വരും എന്നുള്ള രീതിക്ക് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പം അതിന് നമ്മുടെ സ്റ്റഡീസ്, നമ്മുടെ എക്സാമിനെയും സ്റ്റഡീസിനെയും ഒക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം. ഓക്കെ, സോ ഗെറ്റ് സീരിയസ് അബൌട്ട് യുവർ സ്റ്റഡീസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഐ എം ഗോയിങ് ടു ഗിവ് യു. ഓക്കെ, സോ ഞാൻ പറഞ്ഞു നിർത്തുന്നത് ഇതാണ്. തിങ്ക് അബൌട്ട് ദിസ്.
ആർ യുവർ എക്സ്ക്യൂസസ് മോർ ഇമ്പോർട്ടൻറ്റ് ദെൻ യുവർ ഡ്രീംസ്? ഓക്കെ, ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ സ്വപ്നങ്ങളെക്കാൾ വലുതല്ല ഒരു എക്സ്ക്യൂസും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പറയുന്ന പല എക്സ്ക്യൂസുകൾ ഉണ്ടാവും അല്ലേ? അതായത് നമ്മൾ ചിലപ്പോൾ പറയും എനിക്ക് സമയം തികയുന്നില്ല, അല്ലെങ്കിലോ എനിക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുട്ടിയെ നോക്കാനുണ്ട്, ലൈക്ക് അതുപോലെ ഓഫീസിൽ പോകണം. ഓക്കെ, അപ്പോൾ കരിയർ മോർ ഇമ്പോർട്ടൻ്റ് ആകുന്ന സമയത്ത് ഇപ്പം SSC പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പല എക്സ്ക്യൂസസും പല കാൻഡിഡേറ്റ്സും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. സോ ദ തിങ് ഈസ്, നമ്മുടെ ഡ്രീംസിനേക്കാൾ വലുതല്ല നമ്മുടെ എക്സ്ക്യൂസസ്. സോ ദ തിങ് ഈസ്, നമ്മുടെ ഡ്രീംസിനേക്കാൾ ഒരിക്കലും വലുതല്ല നമ്മുടെ എക്സ്ക്യൂസസ്. വൺസ് വി ആർ ഇൻ ടു അവർ ഡ്രീംസ്, നമുക്ക് നമ്മുടെ ഡ്രീം, നമ്മുടെ സ്വപ്നം നേടിയെടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള എക്സ്ക്യൂസസിനും അവിടെ സ്ഥാനമില്ല. അതൊക്കെ നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. യു ആർ കൺസിഡറിങ് യുവർ എക്സാംസ് very seriously and also start preparing. Okay, so all the very best for all of my friends, and that is all about this session. അപ്പം നമ്മുടെ എൻട്രിയിൽ SSC റിലേറ്റഡ് ആയിട്ടുള്ള ലൈക്ക് എക്സാംസും മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ സെഷൻസും ക്ലാസ്സസും എല്ലാം അവൈലബിൾ ആണ്. അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ SSC ജേർണി ഹെൽപ്പ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ SSC എന്നുള്ള ആ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലൈക്ക് ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻട്രി എപ്പോഴും റെഡി ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും, നമ്മളുടെ SSC റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസ്ണിംഗ്. ഹാപ്പി ലേണിംഗ്.